അച്ചുകുട്ടി ഇവിടെ എങ്ങനെ എത്തിയെന്ന് നീ എവിടെയാണെന്ന് അറിയേണ്ടത് പോലീസിനേക്കാളും മറ്റാരേക്കാളും നിന്റെ അമ്മയുടെ ആവശ്യമായതുകൊണ്ട് ഞാൻ ഈ സ്ഥലം കണ്ടെത്തിയേ പറ്റൂ. പറ, എന്താ ഇതൊക്കെ? ഞാനിവിടെ അന്നൊരു കൊലക്കത്തിയുടെ മുമ്പിൽ നിന്ന് എന്റെ ജീവൻ രക്ഷിച്ചതിനുള്ള കടപ്പാട് ഇന്നും നെഞ്ചിൽ കൊണ്ട് നടക്കുന്നവനാ ഞാൻ. എന്നോട് കള്ളം പറയരുത്. പറ, എന്തായി കണ്ടതൊക്കെ? പറയാൻ. പൊട്ടിച്ചിരിയും കളിതമാശകളും മാത്രമാണ് ആ വീടെന്നാണ് ഞാൻ കരുതിയത്. അവിടെ നിന്റെ അമ്മയുടെ കണ്ണീരിന്ന് ഞാൻ കണ്ടു. പെറ്റ അമ്മയുടെ കണ്ണീരിന്റെ വില ഒരുപാട് അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ. പറയടാ, എന്താ നിനക്ക് പറ്റിയേ? ഞാൻ എന്താ പറയേണ്ടത്? എന്തുമായിക്കോട്ടെ, എനിക്കതറിയണം. മേനോനെ കൊല്ലാൻ ശ്രമിച്ച ഞാനാണ് 2 തവണ. വർമ്മ സാർ പറഞ്ഞിട്ട്. അച്ഛൻകുട്ടിക്കറിയോ, വെറും ഒരു ഡ്രൈവർ ആയിരുന്നെങ്കിലും എന്നെയും രേഷ്മയും ഞങ്ങളുടെ അച്ഛൻ എങ്ങനെയാ വളർത്തിയതെന്ന്. കണ്ണു ചിമ്മി തുറക്കുന്ന നേരം കൊണ്ട് എല്ലാം കഴിഞ്ഞു. വർമ്മ സാറിനെ കൊല്ലാൻ മേനോൻ അയച്ച ട്രക്കറിൽ അവർക്ക് അടിപെട്ട് ചതഞ്ഞറിഞ്ഞത് ഞങ്ങളുടെ എല്ലാമായിരുന്നു. പിന്നെ കണ്ണീര് മാത്രമായിരുന്നു വീട്ടിൽ. എൻ്റെ അമ്മയുടെ, അനുജത്തിയുടെ ആ കണ്ണീര് നോക്കാൻ ഞാൻ പെട്ട പാട്. എന്നാലും ഒരാളെ കൊന്ന കൂലി വാങ്ങി കുടുംബം പോറ്റുന്നിടം വരെ ചിന്തിക്കാൻ നിന്നെ കൊണ്ട് പറ്റിയോ കണ്ണ? പറ്റി. പക്ഷെ ഒരിക്കൽ കൂടെ എൻ്റെ കൈ വിറച്ചുപോയി. സ്ഥലത്തില്ലാത്തതുകൊണ്ട് വർമ്മ സാർ കാണാൻ പറ്റിയിട്ടില്ല. പുറത്തിറങ്ങാനും വയ്യ. നാളെ ഞാൻ അദ്ദേഹത്തെ കാണും. എനിക്കും കുടുംബത്തിനും വിസയും ടിക്കറ്റും തരാമെന്ന് ഏറ്റതാ. അല്ലെങ്കിലും ആ മണ്ണ് ഞങ്ങളുടെതല്ലല്ലോ. ചില്ലറ ദിവസങ്ങളൂടെ കഴിഞ്ഞ മേനോന്റെ ആൾക്കാർ വലിച്ചു പുറത്തിടും. അമ്മയും രേഷ്മയും കൊണ്ട് ഞാൻ എവിടെ പോകാനാ? വർമ്മ സാർ നേരത്തെ പറഞ്ഞനുസരിച്ച് മിക്കവാറും നാളെ തന്നെ ഞങ്ങളുടെ യാത്ര ഉണ്ടാവും. ഈ ഒരു പകലിന്റെ രാത്രി അച്ചു അവരെ. തീർച്ചയായും അവർക്കൊന്നും വരില്ല. പക്ഷെ നീ ഒറ്റയ്ക്ക് ഇവിടെ. പേടിക്കണ്ട, ഒക്കൊള്ളൂ. അമ്മയോട് പറഞ്ഞേക്കും ഒരു യാത്രയ്ക്ക് ഒരുങ്ങാൻ. അച്ചു, നിന്റെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചവനാണ് ഞാൻ. എന്നോട് അച്ഛൻ. ഞാൻ വരട്ടെ. മോനെ, കണ്ണനെവിടെ? വരും. അവനെ ഞാൻ കണ്ടിരുന്നു. നീ എന്താ അവനെ കൂട്ടിക്കൊണ്ടുവരാത്തത്? അത് അവനങ്ങനെ വരാൻ പറ്റില്ല അമ്മേ. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ എല്ലാം ഒന്നും അമ്മയ്ക്ക് മനസ്സിലാവില്ല. മനസ്സിലാവേം വേണ്ട. കാലത്ത് വർമ്മയെ കണ്ട് അവൻ വരും. ഒരു യാത്രയ്ക്ക് ഒരുങ്ങിക്കോളാൻ പറഞ്ഞു. എന്തൊക്കെയാണ് ഈശ്വര ഈ കേൾക്കുന്നത്? എത്ര അകലത്തേക്കാണെങ്കിലും രക്ഷ എന്ന് കരുതി സന്തോഷമായിട്ട് പുറപ്പെട്ടോളൂ. പുല്ലൂരാൻ പാറയിൽ ഇറങ്ങുമ്പോൾ പുതിയ ബന്ധങ്ങളൊന്നും ചിന്തിച്ചിരുന്നില്ല. എന്നിട്ടും എന്തോ ഒന്ന് വലിച്ചു കീറും പോലെ. കണക്കുകൾ കൂട്ടിക്കഴിച്ചപ്പോ നഷ്ടം അച്ചതും കൂട്ടിക്കാൻ. വാതിലടച്ച് ധൈര്യമായിട്ട് ഉറങ്ങിക്കോളൂ. പുറത്തൊരു കാവലുണ്ട്. ഇത് 2ാമത്തെ തവണയാ. ഈശ്വരാധീനം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാ. അല്ല, നിങ്ങളുടെ തൊപ്പിയുടെ കുപ്പായത്തിന്റെ ബലം കൊണ്ടൊന്നുമല്ല. ഞങ്ങളെ കൊണ്ടാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട് സാർ. ആ ഒരു ധൈര്യത്തിന് ഞാനും എന്റെ മക്കളും എങ്ങനെ പുറത്തിറങ്ങി നടക്കും? ഇക്കണക്കിന് പോയാൽ വീട്ടിനകത്ത് വന്ന് ഞങ്ങളെ എല്ലാരും വെടിവെച്ച് കൊല്ലില്ല. നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റുമോ? പറ്റും സാർ. 2 തവണയും സാറിനെ അറ്റാക്ക് ചെയ്ത് ആ പയ്യൻ തന്നെയാണ്. ഷുവർ. ഇനി അവൻ പുറത്തിറങ്ങില്ല. അവന്റെ വീട് ഒബ്സർവേഷനിലാണ്. അവന് വേണ്ടി എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ വലവീശി കഴിഞ്ഞു. ആ പയ്യൻ തന്നിഷ്ടപ്രകാരമാണ് ഇത് ചെയ്തതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അന്വേഷണത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അവന് സാറിനോടൊരു ശത്രുത. കോളനി പ്രശ്നമായിരിക്കും. അതല്ല, അവന്റെ അച്ഛന്റെ മരണം. ഏതോ ഒരു ട്രക്ക് വന്നിടിച്ചു.
അത് അയാളെ കൊല്ലാൻ വേണ്ടി ഞാൻ അയച്ചതാണെന്ന് വർമ്മ വിശ്വസിച്ചു, പ്രചരിപ്പിച്ചു. ഈ പറഞ്ഞ പയ്യനെയോ ധരിപ്പിച്ചിരിക്കും. അവനൊരു കൈ മാത്രമാണ്, അതിന്റെ പിന്നിലെ തലച്ചോറ് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ നിങ്ങൾ പോലീസ് അവിടെ കയറി ചെല്ലില്ല. അവൻ ഈ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും തപ്പിപ്പിടിക്കേണ്ട ചുമതല നിങ്ങൾക്കുണ്ട്. ഇല്ല, ഇനി അത് ഞാൻ തന്നെ ചെയ്യണോ? സോറി സർ, 24 മണിക്കൂറിനകം അവൻ എവിടെയുണ്ടെങ്കിലും ഞാൻ അരിച്ചു വെറുക്കും. കണക്ക് കൂട്ടിലൊക്കെ തെറ്റി അല്ലേ കടാ? സോറി സാർ. സാരമില്ല, കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിക്കുമ്പോൾ നടക്കില്ലല്ലോ. നടന്നാ നടന്ന പോലെ, നടന്നില്ലെങ്കിലോ നടക്കാത്ത പോലെ, അല്ലാതെന്താ? ആ കണ്ണ, ഈ നേരം വരെ നിന്നെ ആരും കണ്ടിട്ടില്ലല്ലോ. ഇല്ല സാർ. ഗുഡ്. നീ ആരോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല സാർ. വെരി ഗുഡ്. അതുകൊണ്ടാ നാളത്തേക്ക് വെക്കാതെ രാത്രിക്ക് രാത്രി തന്നെ നിന്നെ പറഞ്ഞു വിടാന്ന് വെച്ചത്. പക്ഷേ നീ ആശിച്ച പോലെയല്ല യാത്ര. ഒറ്റയ്ക്ക. അപ്പോ എന്റെ അമ്മ അനിയത്തിയും അവരും ഇനി അങ്ങോട്ട് ഒറ്റയ്ക്ക. നിനക്ക് പറയാനുള്ളതൊക്കെ എനിക്ക് അറിയാൻ കുഞ്ഞേ. ഒരിക്കൽ ഞാൻ കൂടെ കേട്ടതല്ലേ. ഇനിയും ഞാനതിന് ചെവി തന്ന് നിന്നാൽ പിന്നെ പോലീസ് മനുഷ്യനായിട്ടും പട്ടിയായിട്ടും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. നിന്നെ പിടിക്കും. തത്ത പറയും പോലെ നീ വർമ്മ സാറിന്റെ പേരും പറയും. അവർ എന്നെയും കൊണ്ടുപോകും. പിന്നെ കൊതുകായി, മൂട്ടയായി, സർക്കാർ ചെലവിൽ കല്ലും കരിക്കട്ടുള്ള ഗോതമ്പ് ചോറായി അത്രത്തോളം പോവാൻ വർമ്മ സാറിന് വയ്യ കുഞ്ഞേ. വയ്യാഞ്ഞിട്ടാ. അയ്യോ വർമ്മ സാർ, പ്ലീസ് അരുത് സാർ. എനിക്കൊന്നും വേണ്ട. അമ്മ അനുജത്തെയും കൊണ്ട് ഇന്ന് രാത്രി എന്നെ സ്ഥലം വിട്ടോളാം. എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. സാറിന്റെ പേര് ഞാൻ ആരോടും പറയില്ല സാർ. എന്റെ പേര് ആരോടും പറയാതിരിക്കാനാ. ഇതാ ടൈഗർ. നമസ്കാരം ശോ ചേച്ചി. ഈ വഴിയൊക്കെ അറിയുവോ? വന്നാട്ടെ. വരണം വരണം, ഇരിക്കണം. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ഒന്നും വേണ്ട. കണ്ട് ഒരു സങ്കടം പറയാൻ വന്നതാ. സങ്കടം? ചേച്ചിക്കോ? എന്തു പറ്റി ചേച്ചി? പറഞ്ഞോളൂ, ഞാനില്ലേ ഇവിടെ. കണ്ണൻ 2 ദിവസമായിട്ട് എവിടെയാണെന്ന് ഒരു വിവരമില്ല. പോലീസുകാർ വീട്ടിൽ കയറി ഇറങ്ങി. ഞാനും എന്റെ മോളും. ഞാനും അത് ആലോചിക്കുക. ഒരു മോനെ പോലെ കരുതി കൊണ്ടു കിടക്കല്ലേ ഞാൻ അവനെ. ഇതിനിടയ്ക്ക് എന്നോട് പോലും ഒരു വാക്ക് പറയാതെ ഈ ഗുരുത്തക്കിടനൊക്കെ പോണ്ട വല്ല കാര്യവും. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ അച്ഛനെ കുറിച്ചുള്ള ദണ്ണം അവന്റെ മനസ്സിൽ കിടക്കുകയല്ലേ. ധൈര്യമായിട്ടിരിക്കുക. ഏതായാലും ഇത്ര വരെ എത്തി. ഇനി നിങ്ങൾ 3 പേരും പുറം രാജ്യത്ത് എവിടെയെങ്കിലും പോയി മനസമാധാനത്തോടെ ജീവിക്കുക. അത്രയെങ്കിലും ചെയ്തു തരേണ്ട കടപ്പാട് നിങ്ങളുടെ കുടുംബത്തോട് എനിക്കില്ലേ ചേച്ചി? ഒരു നേരം അവനെ കണ്ടില്ലെങ്കിൽ ആദ്യമാണ് മനസ്സിൽ. പ്രായം തികഞ്ഞ ഒരു പെൺകുട്ടിയും കൊണ്ട് ഞാൻ. പേടിക്കണ്ട, അവൻ വരും. ആളിനെ എനിക്കിട്ട കയറാ അവൻ അച്ഛനെയും കൊണ്ട് പോയത്. ജീവനുള്ള കാലം എനിക്കത് മറക്കാൻ പറ്റുമോ ചേച്ചി? വേറെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ? ഒന്നുമില്ല. എനിക്ക് എന്റെ മോനെ ഒന്ന് കണ്ടാ മതി. പോലീസുകാർ ഇനിയും ഒരുത്തനും ഇനി അവിടെ കയറി വരില്ല. ഞാനാ പറയുന്നത്. ചേച്ചിക്ക് കുടിക്കാൻ എന്തെങ്കിലും? എനിക്കൊന്നും വേണ്ട. എന്നാ ശരി, ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. ഞാൻ ഇറങ്ങട്ടെ.
വർമ്മ! എന്തേ നിനക്കൊരു പന്തികേട്? ഇത്രയും കാലം നിങ്ങൾ വലിച്ച ചരടിൽ പാവ തുള്ളിയ ആ ചെറുപ്പക്കാരൻ കണ്ണനെ നിങ്ങൾ കൊന്ന് തള്ളിയല്ലേ? കണ്ണനോ? അതെ, കണ്ണൻ. ജീവിക്കാനും ജീവിപ്പിക്കാനും ഒരുപാട് കൊതിച്ച ആ കുട്ടിയെ താൻ... അച്യുതൻകുട്ടി, നിന്നെ ആരൊക്കെയോ എന്തൊക്കെയോ ധരിപ്പിച്ചിരിക്കുന്നു. നമുക്ക് തമ്മിൽ ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് നമ്മൾ എന്തിനാ മോനെ? നിർത്തണ പുല്ലേ! ഓഹോ, എന്റെ ചോറും തിന്നോണ്ട് എന്റെ നേരെ കുരയ്ക്കുന്നു. എടാ മോനെ, റോഡിൽ കിടന്ന് തെണ്ടുമ്പോ പിടിച്ചോണ്ട് വന്ന് ഇവിടം വരെ നടത്തിച്ചത് ഞാനാ. എന്തിനാ? എന്റെ കാര്യത്തിന്. പണ്ട് നിന്റെ തള്ളയെ പറ്റിച്ച് നിന്നെയും ജനിപ്പിച്ച് ചാടിപ്പോന്ന നിന്റെ തന്തയുണ്ടല്ലോ, അവന്റെ ശവം കാണാൻ കണ്ണന്റെ തോക്ക് കൊടുത്തയച്ചത് ഞാനാ. പക്ഷേ കണ്ണന്റെ കൈ വരച്ചപ്പോ ആ കൈ വേണ്ടാന്ന് വെച്ചതും ദേ ഈ കൈ കൊണ്ടവനെ കൊന്നതും ഞാനാ. നീ എന്തോ ചെയ്യും? തള്ളയുടെ വെണ്ണീറും കൊണ്ട് ഇറങ്ങിയിരിക്കല്ലേ നീ? പിഴച്ചുപെട്ട തള്ളയുടെ ആത്മശാന്തിക്ക് പിഴപ്പിച്ച തന്തയെ സാക്ഷി നിർത്തി പുളുത്തൂന്ന് പറയുന്നില്ലേ നീ? നടത്തി തരാൻ നിന്റെ തന്ത ഉണ്ടാവില്ല, നടത്താൻ നീയും ഉണ്ടാവില്ല. കണ്ണം പോയ വഴിക്ക് അവനെ വിട്ടക്കടാ. എന്റെ കണ്ണടയോളം അവനുണ്ടാവുന്ന കരുതിയിട്ട് ഏത് ദൈവങ്ങൾക്ക് ഞാൻ കരഞ്ഞു പറഞ്ഞ് മതിയാവാതെ പോയതോ എന്ന്. നീ ഒന്നിനും പോണ്ട, ആരോടും ഒന്നിനും പോണ്ട. എനിക്ക് എന്റെ മോക്കും ഈശ്വരൻ വിധിച്ചതാണെന്ന് ഞാൻ കരുതിക്കോളാം.
കോളനി നിവാസികളുടെ ശ്രദ്ധയ്ക്ക് കോടതി വിധി പ്രകാരം ഈ കോളനിയിലെ മുഴുവൻ വീടുകളും സ്ഥാപനങ്ങളും വിധി അനുസരിച്ചുള്ള 45-ാം ദിവസമായ ഇന്നേ ദിവസം വൈകുന്നേരം 5 മണിയോടെ കാലിയാക്കി ഇവിടം വിട്ടു പോകേണ്ടതാണ്. മോനെ, നീ ഒരിക്കൽ പറഞ്ഞില്ലേ ഈ മണ്ണ് വിട്ട് ആരും എവിടെയും പോകേണ്ടി വരില്ല. എന്നിട്ടിപ്പോ പ്രായം തകഞ്ഞ പെൺകുട്ടികളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾ എവിടെ പോകാൻ? ഒരപേക്ഷയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ശ്രീകുട്ട, 100-200 കുടുംബങ്ങൾ അവിടെ പെരുവഴിക്ക് ഇറങ്ങാൻ പോവുക. ദയവ് ചെയ്തത് ചെയ്യരുത്. ആ പാവങ്ങളുടെ കണ്ണീര് വീണ മണ്ണിൽ തന്നെ വേണോ ഈ ഫാക്ടറി പണിയാൻ? നമ്മളിപ്പോ ആരായിട്ടാണോ പുറപ്പെട്ടിരിക്കുന്നത്? പാവങ്ങളുടെ പടത്തലവനോ? നിന്റെ വാക്കിന് എന്ത് വിലയുണ്ടെന്ന് കരുതിയിട്ടാ ഈ പടിയേറാൻ നിനക്ക് ധൈര്യം വന്ന്? ഇറങ്ങിപ്പോടാ. എന്ത് വേണേലും പറഞ്ഞോളൂ, കേൾക്കാം. ഇന്നോളം അന്തിയുറങ്ങിയ വീടും മണ്ണും കൈവിട്ടു പോകുന്നത് സഹിക്കാതെ കരയുന്ന കുറെ മനുഷ്യരുണ്ട് അവിടെ. പാടുകടാ കള്ള കഴിവറുടെ മോനെ. നീ ആരാന്നാടാ നിന്റെ വിചാരം? ഇറങ്ങടാ, ഇറങ്ങി പോവാൻ. അപ്പൊ നിങ്ങൾ ഉറച്ച തീരുമാനത്തിൽ നിന്നൊട്ടും പിറകോട്ടില്ല. 2 മണിക്കൂർ കഴിഞ്ഞ് അവിടെ ചെന്ന് നോക്കടാ. ചതഞ്ഞരഞ്ഞ മണ്ണേ കാണൂ. വിലങ്ങ് നിന്നാ നിൽക്കുന്നവന്റെ ചോരയും. ആണോ? എങ്കിൽ നീ അവിടെ വരണം, സൗകര്യമുള്ളപ്പോ. ആ കോളനി അവിടുത്തെ ആൾക്കാരും അവിടെ തന്നെ കാണും. ഒരു കേടും പറ്റാതെ. MRS മേനോന്റെ മൂത്ത മോനായ അച്ചൂട്ടി കൊടുത്ത വാക്കാണ് അവർക്ക്. ചെല്ലടാ, ഞാൻ വന്നോളാം കാണാൻ. വൃത്തികെട്ട വഴി കൂടെ എന്നെ നടത്തിച്ചേ അടങ്ങുമെങ്കില് നിന്നെ ഞാൻ വരുത്തും.